മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പ്രജ്ഞാപുരി എന്ന ശാന്തമായ ഗ്രാമത്തിൽ ആര്യൻ എന്ന ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഗ്രാമീണ ജീവിതത്തിൻ്റെ ലാളിത്യമുണ്ടായിരുന്നിട്ടും ആര്യന് തൻ്റെ മനസ്സ് പലപ്പോഴും അമിത ചിന്തയുടെ വലയിൽ കുടുങ്ങിയതായി തോന്നി. വ്യക്തത തേടി അദ്ദേഹം ജ്ഞാനിയായ സെൻഗുരുവായ ഗുരു അർജുനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എണ്ണമറ്റ സൂര്യാസ്തമയങ്ങളുടെ അനം ഉൾക്കൊള്ളുന്നതായിരുന്നു. ആര്യൻ വഹിച്ച ഭാരം തിരിച്ചറിഞ്ഞ ഗുരു അർജുൻ അമിതചിന്തയുടെ ചങ്ങലകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ 5 ലളിതമായ ഘട്ടങ്ങൾ പങ്കിടാൻ തീരുമാനിച്ചു. 1. മനസ്സോടെയുള്ള ശ്വസനത്തിൻ്റെ കല. അർജുൻ ആര്യനെ ശാന്തമായ ധ്യാനസ്ഥലത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ആദ്യത്തെ ചുവടുവയ്പ്പിനെക്കുറിച്ച് പറഞ്ഞു. മനസ്സോടെയുള്ള ശ്വസനകല. ആര്യൻ മാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ ചിന്തകളുടെ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ ശ്വാസത്തിലൂടെ ഈ നിമിഷത്തിലേക്ക് സ്വയം നങ്കൂരമിടുക. ആഴത്തിൽ ശ്വസിക്കുക, സാവധാനം ശ്വസിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ താളം നിങ്ങളുടെ മനസ്സിൻ്റെ നിശ്ചലതയിലേക്ക് നയിക്കുന്ന ഈണമാകട്ടെ. ആര്യൻ കണ്ണുകൾ അടച്ച് സൗമ്യമായ മാർഗനിർദ്ദേശത്തെ പിന്തുടർന്ന് അമിതമായ ചിന്തയുടെ തിരമാലകൾ സാവധാനം ശമിക്കുമ്പോൾ മനഃപൂർവമായ ശ്വസനത്തിൻ്റെ ശാന്തമായ ശക്തി അനുഭവപ്പെട്ടു. 2. നിരീക്ഷിക്കുന്നു, ആഗിരണം ചെയ്യുന്നില്ല. അവർ ഗ്രാമത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ഗുരു അർജുൻ 2ാം ഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചു. ആഗിരണം ചെയ്യാതെ നിരീക്ഷിക്കുന്ന രീതി. ആര്യൻ, ചിന്തകൾ കടന്നു പോകുന്ന മേഘങ്ങൾ പോലെയാണ്. അവയെ നിൽക്കാൻ അനുവദിക്കുന്നത് പകരം അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നിരീക്ഷിക്കുക. ഒഴുകുന്ന അരുവിയിലെ ഇലകൾ പോലെ ഒഴുകാൻ അനുവദിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ കാലാവസ്ഥ നിർണ്ണയിക്കാൻ അവയെ അനുവദിക്കരുത്. ചിന്തകളുടെ നശ്വരത മനസ്സിലാക്കിയ ആര്യൻ അകൽച്ചയുടെ കലയെ സ്വീകരിച്ചു. 3. ഇപ്പോഴത്തെ നിമിഷത്തിൽ ചവിട്ടി നിൽക്കുക. പുരാതന പീപ്പൽ മരത്തിൻ്റെ ചുവട്ടിൽ ഗുരു അർജുൻ ഇപ്പോഴത്തെ നിമിഷങ്ങളിൽ ചവിട്ടി നിൽക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. ആര്യൻ പലപ്പോഴും അമിതമായി ചിന്തിക്കുന്നത് ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഉള്ള ആകുലതകളിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ അവബോധം ഇപ്പോഴത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഭൂമി അനുഭവിക്കുക. ഇലകളുടെ മുഴക്കം കേൾക്കുക. ഈ നിമിഷത്തിൽ വികസിക്കുന്ന സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കുക. വർത്തമാനകാലവുമായി ബന്ധപ്പെടുന്ന ആര്യൻ അമിതമായ ചിന്തയുടെ ഭാരമുയർന്നപ്പോൾ ശാന്തമായ ഒരു ബോധം അവനിൽ അലയുന്നതായി തോന്നി. 4. കൃതജ്ഞത വളർത്തുക. ശാന്തമായ മുളങ്കാടിൽ ഗുരു അർജുൻ 4ാമത്തെ ചുവട് പങ്കിട്ടു. കൃതജ്ഞത വളർത്തി. ആര്യൻ, അഭാവത്തിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സിൽ നിന്നാണ് പലപ്പോഴും അമിതമായ ചിന്ത ഉണ്ടാകുന്നത്. ഉള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്ന് കാണുക. തൻ്റെ ചുറ്റുമുള്ള സമൃദ്ധിയെ അഭിനന്ദിക്കുന്ന ആര്യൻ അവൻ്റെ ഹൃദയത്തിൽ ഒരു പുതിയ ലാളിത്യം അനുഭവിച്ചു. 5. ഉദ്ദേശത്തോടെ ചിന്തകൾ വഴിതിരിച്ചു വിടൽ. ഗ്രാമചത്തുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഗുരു അർജുൻ അവസാന ഘട്ടം വെളിപ്പെടുത്തി. ചിന്തകളെ ലക്ഷ്യത്തോടെ തിരിച്ചുവിടുന്നു. ആര്യൻ, മനസ്സ് അമിതമായ ചിന്തയുടെ മണ്ഡലങ്ങളിലേക്ക് അലഞ്ഞു തിരിയുമ്പോൾ ഉദ്ദേശത്തോടെ അതിനെ സൗമ്യമായി നയിക്കുക. തിരികെ സന്തോഷവും ലക്ഷ്യങ്ങളും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുന്ന പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടട്ടെ. ജ്ഞാനത്താൽ പ്രചോദിതനായ ആര്യൻ തൻ്റെ ചിന്തകളെ പോസിറ്റിവിറ്റിയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങൾ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ചക്രവാളത്തിന് താഴെ സൂര്യൻ മുങ്ങുമ്പോൾ ഗുരു അർജുൻ പറഞ്ഞു, ആര്യൻ ഈ 5 ലളിതമായ ഘട്ടങ്ങൾ ശ്രദ്ധാപൂർവമായ ശ്വാസോച്ഛ്വാസം, ആഗിരണം ചെയ്യാതെ നിരീക്ഷിക്കൽ, വർത്തമാന നിമിഷത്തിൽ നിലയുറപ്പിക്കുക, കൃതജ്ഞത വളർത്തിയെടുക്കുക, ചിന്തകളെ ലക്ഷ്യത്തോടെ തിരിച്ചുവിടുക. ഇതാണ് ഗേറ്റുകൾ തുറക്കുന്നതിനുള്ള താക്കോൽ. അമിതമായി ചിന്തിക്കുന്ന മനസ്സ് ഈ ലാളിത്യത്തിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താം. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ ആയുധങ്ങളുമായ ആര്യൻ അമിതചിന്തയുടെ ഭാരങ്ങളിൽ നിന്ന് ലഘൂകരിച്ച ഹൃദയത്തോടെ ഗ്രാമചത്തുരത്തിൽ നിന്ന് ഇറങ്ങി.
If you love to watch this video, you can like, share and subscribe.